അത് പൃഥ്വി, നമുക്കിപ്പോ ഈ കുഞ്ഞു വേണോ? സത്യം പറയാലോ, ഞാനൊരു അമ്മയാവാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. ഇനി എന്റെ മോളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. അതെ, ആ പഴയ പവറിലേക്ക് നാത്തു തിരിച്ചു വരണം. ദുർഗയെ വരച്ച വരയിൽ നിർത്തി എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത നാത്തൂന്റെ ആ പഴയ തന്ത്രങ്ങൾ വീണ്ടും പുറത്തെടുക്കണം. മനസ്സിലായി ഗിരിജെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പുതിയ വസുമതിയായിരിക്കും. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും, നാത്തൂന്റെ കൂടെ. അത് മതി. നമുക്ക് സമയം കളയാതെ വേഗം പോയി റെഡിയാവാം. പോകുന്ന വഴിക്ക് ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സും വാങ്ങാം. നാത്തും വാ. വളരെ ആലോചിച്ചിട്ട് വേണം പൃഥ്വി അറസ്റ്റ് ചെയ്യാൻ. എല്ലാ തെളിവുകളും നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും. അതോടെ നമ്മളീ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. മേനോനും നാടുവിടും. ശരിയാണ് സർ. പൃഥ്വിയാണ് എക്സ് എന്നതിന് ഡ്രൈവറുടെ മൊഴി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ സൂക്ഷിച്ചു വേണം അറസ്റ്റ് ചെയ്യാനെന്ന്. ഏതായാലും നിങ്ങളുടെ അന്വേഷണവും ഇന്ദ്രപ്രസ്ഥത്തിലെ നിങ്ങളുടെ താമസവും നമ്മുടെ അന്വേഷണത്തിന് ഒരുപാട് ഉപകാരപ്പെട്ടു. പൃഥ്വിയാണ് എക്സ് എന്ന് നമ്മൾ അറിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ പൃഥ്വിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മേനോനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ ഒരു ചിന്തയിലാണ് സാർ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ ചിന്തകൾ ഉടനെ സത്യമാകും. മേനോനെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ മാത്രമേ എനിക്ക് സമാധാനാവൂ. അത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. വേദനയുണ്ടോ? ആ, ചെറുതായിട്ട്. പേടിക്കാനൊന്നുമില്ല. ഹാപ്പി ന്യൂസ് ഉണ്ട്. വന്നോളൂ. കൺഗ്രാറ്റുലേഷൻസ് പൃഥ്വി. അഷിത പ്രഗ്നന്റ് ആണ്. വരൂ അഷിത. ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് നല്ല കെയർ വേണം. ശരി ഡോക്ടർ. ഇരിക്കൂ. അഷിതയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മുഖം കണ്ടാൽ അറിയാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി ഡോക്ടർ. നല്ല റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. വൈറ്റമിൻസും അയൺ ടാബ്ലറ്റും ഞാൻ എഴുതിയേക്കാം. ടെസ്റ്റിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം. മനസ്സ് സ്വസ്ഥമാക്കി വെച്ച്
സമാധാനമായിട്ടിരിക്കുക. ഈ സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിന്റെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. അഷിതയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പൃഥ്വി സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. ശരി ഡോക്ടർ. പ്രഗ്നൻസി ടൈമില് ഭൂരിഭാഗം സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ കെയറും സാമീപ്യമാണ്. അത് കൊടുക്കാൻ പൃഥ്വി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. കഴിവതും ജോലികളൊക്കെ ഒഴിവാക്കി നന്നായി റെസ്റ്റ് എടുക്കണം. ശരി ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്ക, എല്ലാം ശരിയായിക്കോളും. ഇനി 2 വീക്സ് കഴിഞ്ഞിട്ട് വന്നാ മതി. അതുവരെയുള്ള ടാബ്ലറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഫാർമസിയിലേക്ക് അയച്ചേക്കാം. ഓക്കെ ഡോക്ടർ. താങ്ക് യു. അപ്പൊ ശരി. താങ്ക് യു. Okay. താങ്ക് യു. പോവാ. എന്താടോ, എന്തു പറ്റി? തന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത പോലെ. ഞാനൊരു കാര്യം പറഞ്ഞ പൃഥ്വി സപ്പോർട്ട് ചെയ്യോ? അതിലെന്താ സംശയം? താ കാര്യം പറ. അത് പൃഥ്വി, നമുക്കിപ്പോ ഈ കുഞ്ഞു വേണോ? സത്യം പറയാലോ, ഞാനൊരു അമ്മയാവാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. എടോ, ഈ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചതല്ലേ? അതല്ല പൃഥ്വി, എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ജീവിക്കണം. പൃഥ്വിയുടെ തിരക്കുകൾ കാരണം ശരിക്കും പറഞ്ഞ എനിക്ക് പൃഥ്വി അധിക സമയം അടുത്ത് കിട്ടിയിട്ടുമില്ല. അതിനിടയില് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്ന അതെങ്ങനെ ശരിയാവും? എടോ, കുഞ്ഞെന്ന് പറയുന്നത് ഈശ്വരൻ തരുന്നതല്ലേ അക്ഷി? അത് വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? പൃഥ്വി എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പൃഥ്വിയുടെ മനസ്സിൽ യാതൊരു വിലയില്ലേ? അങ്ങനെയാണോ അക്ഷി ഞാൻ പറഞ്ഞത്? താൻ പ്രഗ്നന്റ് ആണെന്ന് സംശയം പറഞ്ഞപ്പോഴേ വീട്ടിലെല്ലാവരുടെയും സന്തോഷം താൻ കണ്ടതല്ലേ? എടോ, അപ്പൊ പിന്നെ ഇത് വേണ്ട, ഒഴിവാക്കാൻ പോവാണെന്ന് എങ്ങനെയാ നമ്മൾ എല്ലാവരോടും പറയാ? അതിന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ആരോടും പറയാതിരുന്നാ പോരെ? അതൊന്നും നടക്കില്ല അക്ഷി. നിനക്കറിയാലോ, ഇത് നമ്മുടെ ഫാമിലി ഡോക്ടറാ. നമ്മൾ മറച്ചു വെച്ചാലും ഡോക്ടർ തന്നെ പോയി എല്ലാവരോടും പറയും. ഇവിടെ താനിങ്ങനെ വിഷമിക്കാതെ. കുഞ്ഞു വന്നതുകൊണ്ട് എനിക്ക് തന്നോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. എടോ, പിന്നെ ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ? എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നല്ലേ?